ചരിത്രം നമ്മൾ നോക്കിയാൽ ഏകാധിപതികളുടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർ വളരെ അധീരരും ഭീരുക്കളുമാണ്. സ്വന്തം നിലയിൽ അവർ ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. ഇപ്പൊ തന്റെ 2 പ്രാവശ്യമായി ആവർത്തിച്ചു വന്ന അധീശത്വം ഇവിടെ ഇല്ലാതാക്കാൻ പോവുകയാണെന്നും തന്റെ അടുത്ത തെരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളിയാണ് രാജ്യത്തെ നേരിടുന്നതെന്നും അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. ആ മനസ്സിലാക്കലിന്റെ ഭാഗമായിട്ടാണ് തനിക്ക് ചിരപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഗുജറാത്തിൽ തന്നെ അധികാരത്തിൽ കൊണ്ടുവന്ന അതേ വർഗീയതയെ അദ്ദേഹം എടുത്തുപയോഗിച്ചത്. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ചു വന്നപ്പോൾ 2 കാര്യങ്ങൾ നടന്നു. 400-ലധികം സീറ്റുകൾ തനിക്ക് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ദളിതരും പിന്നോക്കക്കാരും പേടിച്ചു. കാരണം അവർ വിചാരിച്ചു നീ ഭരണഘടന ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുസരിച്ച് സവർണ ജാതികൾക്ക് അനുസരിച്ച് മാറ്റി എഴുതുമെന്ന്. അങ്ങനെ ഇന്ത്യയിലെ ഒരു വളരെ വലിയ അളവിൽ ദളിത് പിന്നോക്ക ആദിവാസി വിഭാഗങ്ങളുടെ കൺസോളിഡേഷൻ മുഖത്തിനെതിരായിട്ട് രാജ്യവ്യാപകമായിട്ടുണ്ടായി. അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങൾക്ക് ഇത്രയും വർഗീയത പറഞ്ഞു വന്നപ്പോൾ മുസ്ലിങ്ങളുടെ കൺസോളിഡേഷൻ ഇന്ത്യ സഖ്യത്തിന് ഭാഗമായി അനുകൂലമായിട്ടുണ്ടാവുകയാണ്. അപ്പൊ ഇങ്ങനെ മുസ്ലിങ്ങളും ദളിതരും പിന്നോക്കക്കാരും എല്ലാം മോഡിക്കെതിരെ കൃത്യമായ ഒരു അലയൻസ് തീർക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഏതാണ് പറയേണ്ടത് എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു സംശയവും ഒരു ഭീരുത്വവും ഒരു പേടിയും ഒരു കൺഫ്യൂഷനും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം സി ന്യൂസുമായുള്ള ഇന്റർവ്യൂവിൽ മുസ്ലിങ്ങളെ കാര്യത്തിൽ കുഴപ്പമില്ല, മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭരണാധികാരി എന്നതിലുള്ള എന്റെ സാങ്കത്യം അപകടത്തിലാണെന്ന് അദ്ദേഹം സമ്മതിക്കേണ്ടി വന്നത്. പക്ഷെ ഇന്ന് വീണ്ടും ഒരു പ്രചരണ യോഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞാൽ വിലപ്പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ വിലപ്പോകാൻ പോകുന്നില്ല. ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടിയും രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയും ഭാവിയിലേക്ക് വേണ്ടി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ആളുകളോട് പറയാൻ അദ്ദേഹത്തിന് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഗുജറാത്തിലെ അധികാരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന 10-22 കൊല്ലം മുമ്പ് ഗുജറാത്തിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ച ആ വർഗീയതയുടെ ചുവടുകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, ഇപ്പോ ഒരു വശത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ലിംഗോയുടെ പേരിൽ പോലും പേരിലെ ക്രിസ്ത്യാനിത്വം കണ്ടെത്തി ക്രിസ്ത്യാനികൾക്കെതിരെ പറഞ്ഞിരുന്ന അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികളെ മാറ്റി നിർത്തി മുസ്ലിങ്ങളെ മാത്രമായി ആക്രമിക്കുന്ന ഒരു രീതി കൊണ്ടുവന്നു. മോദി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് ഏതാണ് അത് ഉപയോഗിക്കുകയാണ്. കാരണം വേറൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് താങ്കളുടെ നിരീക്ഷണം.